അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പോർട്ട് അസോസിയേഷനിൽ പുതിയൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിൽ എക്സിക്യൂട്ടീവ് ലെവൽ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല പോസ്റ്റാണ്. അത് നമ്മളുടെ ഈ പറഞ്ഞ് വന്ന എവിടെയെല്ലാം ഉണ്ട്, ഈ പറയുന്ന കൊച്ചിനിലും എല്ലാം ഉണ്ട്. കൊച്ചിനിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പാരാദ്വീപ്, ചെന്നൈ, ന്യൂ മാംഗ്ലൂർ എയർപോർട്ടിൽ. പക്ഷേ സീറ്റ്സ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ പാരാദ്വീപിലും പോകുന്നുണ്ട്, കൊച്ചിനിലും ഒരെണ്ണമൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഒന്നുണ്ട്, നല്ല പേ സ്കെയിലാണ്. പ്രീ റിവേഴ്സ്ഡ് 9100 ഉണ്ട്. ഈ പറഞ്ഞു വന്ന ജൂനിയർ എക്സിക്യൂട്ടീവായിട്ടും വിളിച്ചിട്ടുണ്ട്. കാമരാജർ പോർട്ട് ലിമിറ്റഡിൽ 30,000 to 1,20,000. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടിങ് ഫ്രം 0 to 6 തൊട്ട് ഈ മാസം 26 തൊട്ട് 28 വരെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇന്ത്യൻ പോർട്ട് അസോസിയേഷൻ വെബ്സൈറ്റ് ഉള്ളി അവിടെ വേണം നമ്മൾ ഈ പറഞ്ഞു വന്ന സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനിയും പിന്നെ പറയാനുള്ളത്, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. ഈ പറഞ്ഞു വന്ന 60% ഓർ മോർ ബി ഇൻ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഓക്കെയാണ്. അപ്പം നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്ത് ബാക്കി പറയുകയാണെങ്കിൽ, മേജർ പോർട്ട് അതോറിറ്റിയിൽ ഏജ് ലിമിറ്റ് പറയുന്നത് 30 years ആണ് 2 കേസിലും. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മിനിമം 40% ഇമ്പയർമെൻറ്റ് എഫക്റ്റിംഗ് ദെയർ. അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞു വന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഏജ് റിലാക്സേഷൻ പറയുന്ന 5ഉം 3ഉം ഒക്കെയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ബാക്കി വരുന്നതൊക്കെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ, വേറെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരിക്കണം. മറ്റേ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് നമുക്ക് 100 മാർക്കുണ്ട്, റീസണിങ്ങിന് 15 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്ക്, ജനറൽ അവയർനെസ് 15 മാർക്ക്. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു 15 മാർക്കുണ്ട്. അപ്പം 160 മാർക്കാണ് വരുന്നത് 110 ക്വസ്റ്റ്യന്. ഇതിൽ 1/4 നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ജനറലിന് 40%, OBCക്ക് 35%, SC/STക്ക് 30%. എല്ലാവർക്കും ഓക്കെയാണ്. ഇനിയും പറഞ്ഞു വരുന്ന ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞു വന്ന ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും പറയുന്നു, എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന വെന്യൂ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ആൻഡ് മേജർ പോർട്ട് സിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇനിഷ്യേറ്റഡ് 21st days ബിഫോർ ദി എക്സാമിനേഷൻ നമ്മളത് അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ബാക്കി പറയാനുള്ള അഡ്മിറ്റ് കാർഡ് വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. അതിന് പാൻ കാർഡും ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട് അവർ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ലേണേഴ്സ് ലൈസൻസ് ഒക്കെ നോട്ട് അക്സെപ്റ്റബിൾ അല്ലെന്ന് പറയുന്ന ID പ്രൂഫായിട്ട്, അതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്തുണ്ടാവും. ബാക്കി നിങ്ങൾ നേരിട്ട് പോയി നോക്കിയാൽ മതിയാവും. ഏതായാലും എനിവേ നമുക്ക് ഈ പറയുന്ന ഇതിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം അത്ര വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ. എനിവേ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് പറയുകയാണെങ്കിൽ, കംപ്ലീറ്റ് ആപ്ലിക്കേഷന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതിയാവും. വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എക്സ് സർവീസ്മെൻറ്റൊക്കെയാണ് പറയുന്നത്. അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതിയാവും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞു വന്ന നമ്മുടെ ഇതിൻ്റെ എല്ലാം ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ, സീറ്റ്സ് വളരെ കുറവാണെങ്കിലും നല്ല സാലറിയോടെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഓപ്ഷനാണ് ഇന്ത്യൻ പോർട്ട് അസോസിയേഷനിലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി. കളയാതെ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.